എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ എടുക്കാം. ഫസ്റ്റ് കിഴി ഓക്കെ. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കിഴികളുണ്ട്. കുറെ കിഴിയൊക്കെ കുറെ അപ്ഡേറ്റ്സുകളൊക്കെ അതെ പഴകിപ്പോയി. ഓക്കെ, ഫസ്റ്റ് വൺ ഇത് പുതിയതാണ്. ആനന്ദപുരം ഡയറീസ് സിനിമ തിയേറ്ററിൽ റിലീസായ സിനിമയാണ്. എന്തായാലും സിനിമ OTT വരുന്നുണ്ട് സെപ്റ്റംബർ 20 മനോരമ മാക്സിൽ. ശ്രീകാന്ത്, മീന, റോഷൻ മാത്യു ഇവരൊക്കെയായിരുന്നു ഇതിൽ പ്രധാനമായി അഭിനയിച്ച ആൾക്കാർ, പ്രധാന താരങ്ങൾ. വലിയൊരു ഇമ്പാക്റ്റ് ഇല്ലാതെ പോയ സിനിമയാണ്. ചിലയിടങ്ങളിലൊക്കെ നല്ലത് എന്നുള്ള രീതിയിൽ അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? മിക്സഡ് ഭയങ്കരമായിട്ടുള്ള ചെറിയ രീതിയിൽ. എന്തായാലും കണ്ടു നോക്കാം. അടുത്തത് വേട്ടയ്യൻ സിനിമയുടെ വേട്ടയ്യൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 20 നെഹ്റു സ്റ്റേഡിയം, ചെന്നൈ. ഓക്കെ, എന്തായാലും സംഭവം ബഹുലമായിരിക്കും അല്ലേ? അത് ഉറപ്പല്ലേ, കണ്ടറിയാം. എന്തായാലും മനസ്സിലായ സോങ് അതൊരു ഗംഭീര സാധനമായിരുന്നു. ചില സമയങ്ങളില് നമുക്ക് അതിന്റെ എഫക്ട് കിട്ടണമെങ്കിൽ സംഭവം കോപ്പിയൊക്കെ ആണെങ്കിലും അതൊക്കെ ഇനി എന്തോ ആയിക്കോട്ടെ, എന്നാലും ഹിറ്റ് ആയിരിക്കും. അതൊരു ഇപ്പൊ നമുക്കറിയാം ഗോട്ടിലെ സോങ്ങുകളൊക്കെ വന്ന സമയത്ത് നമുക്ക് അതിന് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൽ വന്നപ്പോഴത്തേക്കും വേറെ ലെവലിലേക്ക് പോയി, വളരെ വേറെ ലെവലിലേക്ക് പോയി. ഇപ്പൊ എന്തിന് ദേവര സിനിമയുടെ സോങ് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോപ്പി തന്നെയാണ്, പക്കാ കോപ്പി. പക്ഷെ അതിപ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റായി. നമ്മളിപ്പോൾ പാടുമ്പോൾ നമുക്ക് പഴയത് ഏതിൽ നിന്നാണ് ഇത് കോപ്പി എന്നുള്ളതൊക്കെ മറന്നുപോയി. ഇപ്പോൾ ഈ വേർഷനായി. അത് പിന്നെ ശ്രദ്ധിക്കൂല. അതാണ് ഇപ്പോൾ ഈ വേർഷനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അടുത്ത കിഴി ഹാൽ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമ പാക്കപ്പ് വിളിച്ചിട്ടുണ്ട്. സ്റ്റില്ലിതാ നമ്മുടെ ഷൈനികം നായകനാവുന്ന സിനിമയാണ്. ഓക്കെ, ഇതിലെ സംവിധായകൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല, കാരണം പല രീതിയിൽ പല സംഭവങ്ങളാണ് നടക്കുന്നത്. ആദ്യം ഈ സിനിമ സംവിധാനം ചെയ്ത് തുടങ്ങിയ ആൾ ഇപ്പോൾ അത് സംവിധാനം ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറൊക്കെയാണ് ഇതിൻ്റെ സംവിധാനം എന്നൊക്കെ കേൾക്കുന്നത്. ഇപ്പോൾ നോക്കാം. ഗുഡ് ബാഡ് അഗ്ലി സിനിമയിൽ ശ്രീലീല ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ് 1 സിനിമ റിലീസിനെത്താനാണ് ചാൻസ് കൂടുതൽ. അതിനു വേണ്ടിയിട്ടാണ് പ്ലാനിങ്. 2025 മെയ് 1. ഓക്കെ, ശ്രീലീല അല്ലേ? നായികയായിട്ട് നമ്മുടെ തൃശ്ശിയാണ്. പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെ ആയിരിക്കും. യെസ്, അതെ. ഓക്കെ, അടുത്ത കിഴി കില്ല് സിനിമ തമിഴിലും തെലുങ്കിലും റീമേക്ക് ചെയ്ത് വരുന്നുണ്ട്. നല്ല തീരുമാനം കേട്ടോ, നല്ല തീരുമാനം. എന്തിനാ വെറുതെ പൈസ മുടക്കുന്നത്? ഞാൻ ഉറപ്പായിട്ട് ഇങ്ങോട്ട് ക്യാഷ് എന്നാലും ഞാൻ കാണാൻ പോകില്ല. ആര് കാണാൻ ഇത്? അതിനി ആരും പോയി എല്ലാരും കണ്ടു കഴിഞ്ഞു. കണ്ടു, അത് മികച്ചൊരു സിനിമയാണ്. ഇനി അതിന്റെ ഒപ്പം എന്തായാലും എത്താനും പോണില്ല. നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞത്, ഇനി അതിന് വേറൊരു റീപ്ലേസ്മെന്റ് ഇല്ല. എന്തായാലും ഇനി എങ്ങനെയൊക്കെ ചെയ്താലും അതിലേക്ക് എത്തൂലേ. അപ്പൊ പിന്നെ എന്തിനാണ് വെറുതെ നശിപ്പിക്കുന്നത്? പിന്നെ കൊറേ പൈസ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്താണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്, വെറുതെ അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ലോറൻസ് ആണ് ഇതില് നായകന്റെ വേഷം കൈകാര്യം ചെയ്യുന്നതാണ് കേൾക്കുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് ആരാണ്? ഏതോ വർമ്മയാണല്ലോ, രമേഷ് വർമ്മ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കില്ലാടി സിനിമയുടെ ഡയറക്ടർ. വല്ലാത്തൊരു കില്ലാടി തന്നെ, ധൈര്യം തന്നെ, വല്ലാത്ത ധൈര്യം തന്നെ മഹായാണ് കേരള. അത് സംഭവം സത്യമാട്ടോ. അതും ഇന്ത്യ മൊത്തം സംസാര വിഷയമായ ഒരു സിനിമ എടുത്തിട്ട് റീമേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെ, അതില് വില്ലനൊക്കെ ആയിട്ട് ആര് വരാനാ? ആര് വരും? അയാള് ചെയ്ത പോലെ ഇനി ആരും ചെയ്യൂ. രാഘവ് ജുയൽ അതിന് പകരം വെക്കാൻ ആരുണ്ട്? അയാള് ചെയ്ത പോലെ ഇനി ആർക്കും ചെയ്യാൻ പറ്റും? അതാണ് ചോദ്യം. വല്ലാത്ത ധൈര്യം തന്നെയല്ലേ ആ ക്യാരക്ടറിലേക്കൊക്കെ ആര് വരും എന്നുള്ളതാണ്. അല്ല, ആള് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് ഹിറ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് സൗത്ത് ഇന്ത്യയിലാണ് ഇത് റീമേക്ക് ചെയ്ത് വരുന്നത്. അടുത്ത റീമേക്ക് എന്നിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തത് ദിലീപ് 150. ഓക്കെ, ബിൻഡോ സ്റ്റീഫൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ റിലീസ് ക്രിസ്മസിന് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഗംഭീരമായിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ റിലീസ് എത്തുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ. കൂട്ടത്തിൽ ദിലീപ് സിനിമയും പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ദിലീപിൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ വന്നിറങ്ങി ഒരു ഓളം ഉണ്ടാക്കാതെ പോയി. എന്തായാലും ദിലീപിൻ്റെ 150ാമത്തെ സിനിമ
ഒരു ബെഞ്ച് മാർക്ക് സിനിമ ആവട്ടെ. ആവട്ടെ. ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം സാരിഷ് മുഹമ്മദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, നമ്മുടെ ലിസ്റ്റിൻ സീഫനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, ഗംഭീരാവട്ടെ. ഓക്കെ, അടുത്ത കിഴി D52. ധനുഷ് വീണ്ടും സംവിധാന കുപ്പായം അണിയുന്നു. ഇപ്പോൾ എത്ര സിനിമയാണ്? രായൻ, പിന്നെ ആള് തന്നെ അഭിനയിക്കുന്ന അല്ലാതെ വേറെ 2 സിനിമകളുണ്ട്. ഇപ്പോൾ D52 ആളാണ് സംവിധാനം ചെയ്യുന്നതെന്നുള്ളതാണ് കേൾക്കുന്നത്. 4ാമത്തെ സിനിമ. എന്തായാലും അതിന് മുൻപും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? 4 അപ്പോൾ 5 6 ആയി. ഓക്കെ, എന്തായാലും ഡൗൺ പിക്ചേഴ്സ് ആണ് ഈ സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇവരിത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രായൻ അത്ര വലിയൊരു സംഭവം ആയിരുന്നില്ല സിനിമ, പക്ഷെ ഡയറക്ഷനിലാണ് സ്ക്രിപ്റ്റിലായിരുന്നു സിനിമ പരാജയപ്പെട്ടത്. അടുത്തത് ARM അജയന്റെ 2ാം മോഷണം. സിനിമയുടെ 5 ദിവസത്തെ കളക്ഷൻ 50 കോടി കഴിഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. പോസ്റ്റർ ആദ്യമായിട്ടല്ലേ ടോവിനോന്റെ ഫസ്റ്റ് 50 കോടി ക്ലബാണ്. ആണല്ലേ? അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നായകനായിട്ട് വന്ന അതെ അതെ, ആള് നായകനായി വന്ന സിനിമ ആദ്യമായിട്ടാണ് 50 കോടി. തല്ലുമാല 50 കോടി ഇല്ല, 43 അല്ലേ? 44 അങ്ങനെ എത്രയാണ്? ഓക്കെ ഓക്കെ, അതും 5 ദിവസം കൊണ്ട്. അതും വ്യത്യാസം നോക്കണം. അതെ, 5 ദിവസം കൊണ്ടാണ് 50 കോടി. എന്തായാലും വമ്പൻ അഭിപ്രായമാണ് കിഷ്കിന്ധക്കും പിന്നെ ഇതിനും ARMനും ഭയങ്കര അഭിപ്രായം. ഓക്കെ, അടുത്ത കിഴി മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവി ബിഗ്. സിനിമയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ ഉടനടി തുടങ്ങും. എന്തായാലും തുടങ്ങാൻ പോകുന്നത് ശ്രീലങ്കയിലാണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിന് ചില ചർച്ചകളൊക്കെ നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ശ്രീലങ്ക, പിന്നെ ഇന്ത്യ, അതായത് ഡൽഹി, പിന്നെ കേരളത്തിലുണ്ട്, പിന്നെ ലണ്ടനിലും. അങ്ങനെ 5 ലൊക്കേഷനിലാണ്. 4 നീ ഇന്ത്യ കേരളമൊക്കെ സെപ്പറേറ്റ് ആക്കിയോ? അങ്ങനെയല്ല അത് വന്നത്. ഇന്ത്യ 1, ഡൽഹി 1, ഡൽഹി വേറൊന്നു, കേരളം 1, പിന്നെ ശ്രീലങ്ക. കീർത്തി സുരേഷിനോട് ചോദിച്ചേ എവിടെയെങ്കിലും ടൂർ പോകാൻ ട്രിപ്പൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തിലാണ് ചോദിച്ചത്. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇതിപ്പോ അതുപോലെ ആയി. യെസ്, അടുത്തത്. അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ സിനിമാ താരങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഇരുന്ന് ചിരിച്ച് പണ്ടാരടങ്ങിപ്പോവും. അങ്ങനത്തെ കോമഡികളൊക്കെ ഉണ്ട് കേട്ടോ. ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ്. ആൻഡ് ദ ലേഡീസ് പേഴ്സ്. എന്താണെങ്കിലും സിനിമയുടെ റിലീസ് നവംബർ 2nd വീക്ക് ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ഗൗതം മേനോനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയുള്ള സിനിമയാണ്. കണ്ടിട്ട് നമുക്ക് പറയാലോ. അതെ, ഓക്കെ. അടുത്ത കിഴി മമ്മൂട്ടി. ഇതെന്താ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നു? മമ്മൂട്ടി ജിതിൻ കെ ജോസ് മൂവി. സിനിമയിൽ നമ്മുടെ നായകനായി വരുന്നത് വി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരാളായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിക്കാനുള്ള സമയമായി, ആൾറെഡി പൊട്ടിക്കഴിഞ്ഞു. അതെ, വിനായകനായിരിക്കും ഇതിൽ നായകൻ. വില്ലൻ അപ്പോൾ ആര്? മമ്മൂട്ടി. പലരും പലയിടങ്ങളിലും പറഞ്ഞു കേട്ടു, അതായത് ഈ സിനിമയിൽ മമ്മൂക്ക പോലീസ് വേഷത്തിലാണെന്ന്. നെവർ. നേരെ തിരിച്ചായത്. അതെ, നേരെ തിരിച്ചാണ്. വിനായകൻ പോലീസും അതെ, മമ്മൂക്ക വില്ലനും. അടുത്തത് ഡെമോന്റെ കോളനി 2. ഓക്കെ. സിനിമയുടെ OTT റിലീസ് സെപ്റ്റംബർ 27 ZEE5. ഓക്കെ, സിനിമ 50 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമയുടെ ടോട്ടൽ കളക്ഷൻ, അതായത് 11 ദിവസത്തെ കേട്ടോ, 400 കോടി പിന്നിട്ടു എന്നുള്ളതാണ് സന്തോഷകരമായ ന്യൂസ്. അതായത് ഒരു മിക്സഡ് റെസ്പോൺസ് വന്ന സിനിമ 400 കോടി ക്ലബിൽ. അതിനൊന്നും നമുക്ക് ഒരു സംശയം വേണ്ട. അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാറുകൾ നമ്മൾ പല പേരെടുത്ത് നമ്മൾ നിരത്തി നോക്കും. പക്ഷേ അവർക്കൊന്നും ഈ നെഗറ്റീവ് റിപ്പോർട്ട് വന്നാലും സിനിമയെ ഇങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയറില്ല. വിജയ്ക്ക് മാത്രമുള്ളത്. അതൊരു അതിന് ഒന്നാന്തരം തെളിവാണ് പറഞ്ഞുതരാം. നമ്മുടെ ഷാറുഖ് ഖാൻ കഴിഞ്ഞ വർഷം 2 സിനിമ 1000 കോടി ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഇറങ്ങിയ മറ്റേ എന്താ ഡെങ്കി എന്തായി? അത്രയും പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആ സിനിമ അത്രയും കളക്ട് ചെയ്യാൻ പറ്റിയില്ല.
അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതാ ഒരു ഓളത്തിലങ്ങ് കയറി അങ്ങ് പോകുന്നു. വിജയിൻ്റെത് ബീസ്റ്റ് വളരെ നെഗറ്റീവ് അഭിപ്രായം, വാരിസ് നെഗറ്റീവ് അഭിപ്രായം വന്നാണ്. പിന്നെ ലിയോ മിക്സഡ് ഉണ്ടായിരുന്നു, പിന്നെ കൂടുതൽ പോസിറ്റീവ് തന്നെയാണ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് കയറിയത് അതാണ്. അപ്പോൾ അത്രയൊക്കെ ആംബിയറാണ് ആൾക്ക്, ഒന്ന് ചിന്തിച്ചു നോക്കണം. അത് വേറെ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ആ ആളാണ് വിട്ടു പോകുന്നത്. അല്ല 200 കോടിയാണ് ഈ ഗോട്ടിന് ആളുടെ പ്രതിഫലം. അപ്പോൾ അത് ആള് ഉണ്ടാക്കി കൊടുക്കും, അതുകൊണ്ട് ആൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ലാസ്റ്റ് സിനിമയ്ക്ക് 279 69 അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ആള്. അതെ അല്ലേ, 275 കേട്ടോ. 269 കൊടുക്കാം, കാരണം 16 ആണല്ലോ. ശരി, 69 കൊടുക്കുമ്പോൾ ചിലപ്പോൾ 70 ആരെങ്കിലും പ്രവാസകർ. 69 നല്ല നമ്പറാണ്, 69 നല്ല നമ്പറാണ്. ഓക്കെ ശരി. അടുത്തത് ധൂം 4. അത് ശരി. സിനിമയില് സൂര്യ വില്ലനായിട്ടെത്തും എന്നാണ് കേൾക്കുന്നത്. ഷാറൂഖും അമിതാഭ് ബച്ചനുമാണ്, അമിതാഭ് ബച്ചൻ അല്ല, അഭിഷേക് ബച്ചനുമാണ് നായകന്മാരായിട്ട് എത്തുന്നതെന്നാണ് തികച്ചും റൂമറുകളും മാത്രമാണ്. എന്ത് തോന്നുന്നു, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഉള്ള കാര്യം പറയുന്നതിന് ഇപ്പൊ എന്താ. അല്ലെങ്കിൽ തന്നെ ഷാറൂഖ് ഖാനും അഭിഷേക് ബച്ചനും 2 നായകന്മാർക്ക് ഇവരുടെയൊക്കെ സ്റ്റാർഡം വെച്ചോണ്ടാട്ടോ നമ്മൾ പറയുന്നത്. അല്ലാതെ അഭിനയത്തിന്റെ ഇവരൊക്കെ മോളിൽ നിൽക്കും സൂര്യ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സ്റ്റാർഡം എന്ന് പറഞ്ഞ സാധനം കൂടി നോക്കുമല്ലോ സിനിമയിൽ, അത് നോക്കുമ്പം കുറച്ച് ഡൗട്ടുള്ള കാര്യം. എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ പറയുക, ധൂം സീരീസ് മൊത്തം വില്ലന്മാരാണല്ലോ നായകന്മാർ. അപ്പോൾ അവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാറൂഖ് ഖാൻ അങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്നതും അവിടുന്ന് വീണ്ടും വീണ്ടും മുഞ്ചിച്ച് അങ്ങനെ രക്ഷപ്പെടുന്നതും ലാസ്റ്റ് പിടിക്കപ്പെടുന്നതും ഇത് നടക്കുന്നൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും അങ്ങനെയുള്ള റൂമേഴ്സാണ് വരുന്നത്. അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ അത് സംഭവം ബഹുലായിരിക്കും, അതൊരു സത്യം. അതെ, നമുക്ക് ആഘോഷിക്കാനുള്ളതായി. നടന്നാൽ അത് വേറെ ലെവലായിരിക്കും, പക്ഷെ നടക്കുമോ എന്നുള്ളതാണ് ഡൗട്ടാണ്. അതെ, എന്താണെങ്കിലും എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. യെസ്, ബൈ. നാളെ നമുക്ക് മമ്മൂട്ടി, ലാലേട്ടൻ, മഹേഷ് നാരായണൻ മൂവില്ലേ, സോറി ഇതിലിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. മമ്മൂട്ടിനെ മമ്മൂട്ടിന്നും ലാലേട്ടൻ ലാലേട്ടൻ വിളിച്ചു. മമ്മൂക്ക, ലാലേട്ടൻ, മഹേഷ് നാരായണൻ ഏട്ടൻ മൂവി, മഹേഷ് ഏട്ടൻ, ഇവരുടെ 3 പേരുടെയും സിനിമയുടെ ആ ഒരു സ്പെഷ്യൽ വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട്. അത് നാളെ ചെയ്യാം. അപ്പോൾ ബൈ.